AK ശശീന്ദ്രൻ, തോമസ് ചാണ്ടി എന്നീ 2 MLA-മാരിൽ ആര് മന്ത്രിയാകണമെന്ന കാര്യത്തിൽ പാർട്ടിയിൽ ആദ്യം മുതൽ തർക്കമുണ്ടായിരുന്നു. തോമസ് ചാണ്ടി അവകാശവാദവുമായി രംഗത്ത് വന്നെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയന് താൽപര്യമില്ലാത്തതുകൊണ്ട് AK ശശീന്ദ്രൻ മന്ത്രിയായി. ശശീന്ദ്രൻ രാജിവെച്ച സാഹചര്യത്തിൽ മന്ത്രിസ്ഥാനം വീണ്ടും ചർച്ചയാവുന്നുണ്ടെങ്കിലും NCPക്ക് ഉടനടി മന്ത്രി ഉണ്ടാവില്ല. പിണറായി വിജയന് തോമസ് ചാണ്ടിയോട് താൽപര്യമില്ലാത്തതാണ് ഇതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഗോവയിൽ BJP സർക്കാർ രൂപീകരിക്കാൻ NCP അംഗം പിന്തുണ പ്രഖ്യാപിച്ചതും ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ ഘടകകക്ഷിയായ NCP തങ്ങൾക്ക് അവകാശപ്പെട്ട മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ട് രംഗത്ത് വന്നേക്കും. തീർച്ചയായിട്ടും NCPക്ക് ഒരു മന്ത്രി ഉണ്ടാകണമല്ലോ. അത് തീരുമാനിക്കേണ്ടത് ഇടതുപക്ഷ മുന്നണിയും എൻ്റെ പാർട്ടിയുടെ ദേശീയ നേതൃത്വവും. അവരാവശ്യപ്പെട്ടാൽ അപ്പോൾ അതിനെക്കുറിച്ച് പരിഗണിക്കും. മന്ത്രിസ്ഥാനം NCPക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷ സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയനും പങ്കുവച്ചു. അല്ല, ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട്. ആ കാര്യത്തിലൊന്നും യാതൊരു സംശയവും. മന്ത്രിസ്ഥാനം ലഭിച്ചില്ലെങ്കിൽ കുട്ടനാട് MLA ആയ തോമസ് ചാണ്ടി ഏത് തരത്തിൽ പ്രതികരിക്കുമെന്ന ആശങ്ക NCP നേതൃത്വത്തിനുമുണ്ട്. അതേസമയം നിലവിൽ ശശീന്ദ്രനെതിരായ ആരോപണങ്ങൾ തെളിയിക്കപ്പെടാൻ സാധ്യത കുറവാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പരാതിയുമായി സ്ത്രീ രംഗത്ത് വരാത്തതാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അങ്ങനെ ക്ലീൻ ചിറ്റ് ലഭിച്ചാൽ പിണറായിയുടെ വിശ്വസ്തൻ കൂടിയായ ശശീന്ദ്രൻ മന്ത്രിസഭയിലേക്ക് തിരികെ വരാനുള്ള സാധ്യതയും തള്ളിക്കളയണ്ട. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി തന്നെ ഗതാഗത വകുപ്പ് കയ്യിൽ വെക്കാനാണ് സാധ്യത. സേഫ് സൈനുലാബ്ദീൻ, മീഡിയ 1, തിരുവനന്തപുരം.